ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നിഷ കൃഷ്ണൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോഡി ക്ലെൻസിങ്ങിൻ്റെ 16ാമത്തെ ഡേ പ്രാക്ടീസാണ്. നമുക്ക് പ്രാക്ടീസിലേക്ക് കിടക്കാം. ഓം 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 ശാന്തി ശാന്തി. ഇനി നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് നമ്മൾ മെൻ്റൽ എക്സസൈസുകളാണ്. അതായത് ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻസ്, ഇത് രണ്ടുമാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാം. നിങ്ങൾക്കൊരു പുതിയ ദിവസം കിട്ടിയതിന് നന്ദി പറയാം. എത്രയോ ആൾക്കാർക്ക് ഈ പുതിയ ദിവസത്തിൽ അവരില്ല. സോ അതിന് നന്ദി പറയാം. നിങ്ങൾക്കായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള വാട്ടർ, ഫുഡ്, അങ്ങനെയുള്ള എല്ലാത്തിനും നന്ദി പറയാം. പിന്നെ നിങ്ങൾക്ക് ഉള്ള എന്താ പറയുക, വീഡിയോസ് കാണാനുള്ള ഫെസിലിറ്റീസ്, ഈ യോഗ പ്രാക്ടീസ് കണ്ട് അത് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം, ഇതിനൊക്കെ നന്ദി പറയാം. അങ്ങനെ 3 എണ്ണത്തിന് നന്ദി പറയാം. പിന്നെ 3 അഫർമേഷൻസ് പറയുക. അതായത് ഞാൻ ഹെൽത്തിയാണ്, ഞാൻ വെൽത്തിയാണ്, പിന്നെ എനിക്ക് എന്തിനും തരണം ചെയ്യാനുള്ള കഴിവുണ്ട്. ഇങ്ങനെ അഫർമേഷൻസ് പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ ഉറയ്ക്കുകയും നമ്മൾ അതിനനുസരിച്ചിട്ട് ആക്ഷൻസ് എടുക്കുകയും ചെയ്യും. ഓക്കെ, അത്രേ ഉള്ളൂ ആ സെക്ഷൻസ്. ഇനി നമുക്ക് പ്രാണായാമത്തിലേക്ക് കടക്കാം. മൂക്കിലൂടെ ശ്വാസം എടുക്കുക. മൂക്കിലൂടെ ശ്വാസം എടുക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിറയുന്നതായി കാണുക. വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. അപ്പോൾ നെഗറ്റീവായ എനർജി ഫുള്ള് പോകുന്നതായിട്ട് കാണും. ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ. ഇനി നിങ്ങളുടെ ഹാർട്ടിൽ കൈ വെച്ചിട്ട് ഓൾ ഈസ് വെൽ എന്ന് പറയുക. ഈ പ്രാക്ടീസ് നിങ്ങളുടെ ടെൻഷൻസ് കുറയ്ക്കാനും നെർവസ് സിസ്റ്റത്തിനെ ഒന്ന് ബാലൻസ് ആയി നിർത്താനും സഹായിക്കും. അപ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓൾ ഈസ് വെൽ, ഐ ഹാവ് ദ എബിലിറ്റി ടു എനിക്ക് എല്ലാത്തിനും നേരിടാനുള്ള കഴിവുണ്ട്. അത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യും. നീ സേഫാണ് എൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് നിർത്തുക. ഇത് നിങ്ങളുടെ നെർവസ് സിസ്റ്റം നന്നായി ഇരിക്കാനും നിങ്ങളുടെ ബോഡിക്കൊരു സപ്പോർട്ട് കിട്ടാനും സഹായിക്കും. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് വിഷ്വലൈസേഷൻസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നിങ്ങൾ പോവാണ്. എന്നിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുന്നു, ഇഷ്ടപ്പെട്ട രീതിയിൽ കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹങ്ങൾ അത് ഒരു വിഷ്വലൈസ് ചെയ്യുക. എന്താ പറയുക, ഒരു ബ്രീഫായിട്ട് നിങ്ങളൊരു വിഷ്വലൈസേഷൻ കൊണ്ടുവരിക നിങ്ങളുടെ മനസ്സിലേക്ക്. നിങ്ങൾ എന്തായി തീരാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾക്ക് എവിടെ പോകാനാണോ ആഗ്രഹം, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനാണോ ആഗ്രഹം, അതൊക്കെ വിഷ്വലൈസ് ചെയ്യാം. മെല്ലെ കണ്ണ് തുറക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് നേരം ധ്യാനിക്കാം. ധ്യാനിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ തോട്ട് കുറയ്ക്കാനായിട്ട് ശ്രമിക്കേണ്ട. ആ തോട്ടിനെ ഒബ്സർവ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒഴുകി പോവാതെ തോട്ടിനെ ഒബ്സർവ് ചെയ്യുക. ജസ്റ്റ് നെഗറ്റീവോ പോസിറ്റീവോ എന്ത് തോട്ടോ വന്നോട്ടെ, ജസ്റ്റ് നമ്മൾ ഒബ്സർവ് ചെയ്യുക. നമ്മുടെ ബോഡിയിൽ ചലനങ്ങൾ, നമ്മുടെ ഓവറോളായിട്ട് നമ്മുടെ ബോഡിയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒബ്സർവ് ചെയ്യാം. മെല്ലെ കണ്ണ് തുറക്കുക. നമ്മൾ ഇന്നത്തെ പ്രാക്ടീസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ കുറച്ച് 5 മിനിറ്റോ 10 മിനിറ്റോ ചെയ്യുന്ന ഇത്രയും ചെറിയ പ്രാക്ടീസുകൾ നമുക്ക് വലിയ മാറ്റങ്ങൾ വരുത്തും. നമ്മുടെ ശരീരം ചെറിയ മാറ്റങ്ങളിലാണ് കൂടുതലായിട്ട് നമ്മളോട് പ്രതികരിക്കുക. എന്നാൽ വലിയ മാറ്റത്തെക്കാളും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് ചെറിയ മാറ്റങ്ങളാണ്. സോ എല്ലാവരും ഇത് പ്രാക്ടീസ്